വെറ്റിലപ്പാറയിൽ കൊല ചെയ്യപ്പെട്ട സിമിയുടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. മാലിപ്പാറ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ വീട്ടിനുള്ളിൽ വെട്ടേറ്റ് കൊല്ലപ്പെട്ട ചിറമേൽ സിമി ബിജുവിന്റെ സംസ്കാരം ശനിയാഴ്ച നടന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ മാലിപ്പാറ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ നിരവധി പേർ പങ്കെടുത്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിമിയുടെ ഭർത്താവ് ബിജു ബോബനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ദാരുണ സംഭവം നടന്നത്. വീട്ടിലുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് ബിജു ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ സിമി വീടിന് പുറത്തേക്ക് ഓടിയെങ്കിലും വീടിന്റെ മുൻവശത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് അയൽവാസികൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഇടത് കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റ ബിജു ബോബൻ ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട സിമി കോതമംഗലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഫോറൻസിക് സംഘവും കോതമംഗലം പോലീസും കഴിഞ്ഞ ദിവസം വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വിശദമായ പരിശോധന നടത്തി. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അറിയിച്ചു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.